നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് 101 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് സെപ്റ്റംബർ 18-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അൽ-അസർ കോളേജിൽ ആന്റി റാഗിംഗ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് 101 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിജീവന പോരാട്ടവേദി എന്ന സംഘടനയുടെ ചെയർമാൻ റസാഖ് ചൂരവേലിക്കെതിരെ LDF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് 101 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതിയ വ്യവസ്ഥയിൽ വീട് നിർമ്മാണം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭൂമി ഈടുവെച്ചാൽ ബാങ്ക് ലോൺ കിട്ടാത്ത സാഹചര്യമാണ്. സർക്കാരിന് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത്. അതിഗുരുതരമായ വീഴ്ചയാണ് ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സംഭവിച്ചിട്ടുള്ളതെന്നും നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു. ഈ ഭൂമി പ്രശ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി കർഷകന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത, ഒരു ബാങ്കിലും ലോൺ എടുക്കാൻ പറ്റാത്ത അതിഗുരുതരമായ പ്രത്യാഘാതം. നിങ്ങൾക്ക് വീട് വെക്കുന്നതിന് പ്രശ്നമല്ല, നാളെ മകളെ കെട്ടിക്കാൻ ഒരു ലോൺ എടുക്കണമെങ്കിൽ എല്ലാത്തിനും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളുടെ ജീവിതം തന്നെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൈ കെട്ടിയിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് കുറെ പേര് തീരുമാനിക്കും. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നത് തൊഴിലാളികളുടെയും കർഷകന്റെയും പോരാട്ടങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കർഷകന്റെ വേദനകളാണ് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒരുമിച്ച് സമരം ചെയ്തവര്, ഒരുമിച്ച് നിന്നവര്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ആലോചിച്ചുകൂടാ എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിക്കണം. ഒരു തരത്തിലും ഞങ്ങൾ വിളിച്ചിട്ടുള്ള ഒരു പരിപാടികളിൽ ഇവരുടെ ഒരു നേതാക്കന്മാരും വരാറില്ല. സെമിനാറുകളിലോ ബാക്കി കാര്യങ്ങളിലോ ഒക്കെ. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം. നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ചിന്തിച്ചുകൂടാ? കൂടാതെ ഇടുക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അതിജീവന പോരാട്ടവേദി എന്ന സംഘടനയുടെ ചെയർമാൻ റസാഖ് ചൂരവേലിക്കെതിരെ 2 വർഷക്കാലം മുൻപ് CPIയുടെ ജില്ലാ സെക്രട്ടറി നടത്തിയ കൊലവിളിയും ഭീഷണിയും കർഷക സംഘടനകൾ മുഖവിലക്കെടുത്തില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം LDF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഗുരുതരമായ ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ സ്വതന്ത്ര കർഷക സംഘടനകൾ നടത്തുന്ന പോരാട്ടങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദുഷ്ടശക്തികളുടെ പദ്ധതിയുടെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിട്ടില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇടതുമുന്നണിക്കെതിരായി നിലപാടെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ആരാണ് ഈ ഭൂമി കൊള്ളയും ഈ ഭൂമി നിയമം കൊണ്ട് കോടികൾ കൊള്ളയടിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് ED-യോട് നമ്മൾ അടുത്ത പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ ഇന്റലിജൻസിനും ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജീവൻ സംരക്ഷിക്കണമെന്ന DGP-ക്കുള്ള പരാതിയുമാണ് നമ്മളിപ്പോ പ്രഥമഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ മുൻകാലങ്ങളിൽ പറയുകയും ഒട്ടേറെ പേർ മരണപ്പെടുകയും ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്രമിക്കപ്പെടുമോ, നമ്മുടെ കുടുംബം ആക്രമിക്കപ്പെടുമോ എന്നുള്ള വ്യക്തമായ ആശങ്ക നമുക്കുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച് DGP-ക്കും SP-ക്കും അതുപോലെ CI-ക്കും നമ്മൾ കംപ്ലൈന്റ് കൈമാറിയിട്ടുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശീയ കർഷക സമര നാഷണൽ കോർഡിനേറ്റർ KV ബിജു, രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റി ഡിജോ കാപ്പൻ, അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചുരവേലി, ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് നേതാക്കളായ PM ബേബി, ഡയസ് പുല്ലൻ, വിഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ കോഴിക്കോട് ചെയർമാൻ ജോയി കണഞ്ചിറ, സേവ് വെസ്റ്റേൺ ഗാഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ ട്രസ്റ്റി ജെയിംസ് വടക്കൻ, ജനോക്രസി സ്ഥാപകൻ ജോയി മുക്കന്തോട്ടം, പത്തനംതിട്ട ജില്ലാ ജനകീയ സമിതി ചെയർമാൻ ജോൺ മാത്യു ചക്കിട്ടയിൽ, വൺ ഇന്ത്യ വൺ പെൻഷൻ നേതാവും സുപ്രീംകോടതി നിയമിച്ച അന്തർ സംസ്ഥാന നദീതർക്ക പരിഹാര വേദി അംഗമായ റോജർ സെബാസ്റ്റ്യൻ, ഫാർമേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ ചെയർമാൻ സുജി മാസ്റ്റർ, തൃശൂർ പരിയാരം കർഷക രക്ഷാ സമിതി ചെയർമാൻ ജിന്നത്ത് മാത്യു, വയനാട്ടിലെ പൊതുപ്രവർത്തകൻ ഗഫൂർ വെണ്ണിയോട്, പട്ടികവർഗ ഏകോപന സമിതി ചെയർമാൻ MC ജോൺസൺ, പീഡിത കർഷക അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ മാത്യു ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് സെപ്റ്റംബർ 18-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേരുമ്പോൾ ധർണാ സമരം സംഘടിപ്പിക്കും. ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ശശി ഉദ്ഘാടനം ചെയ്യും. ഭാഗ്യക്കുറികൾക്ക് 40% GST വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി തൊഴിലാളികളും ഏജന്റുമാരും വിൽപ്പനക്കാരും 18-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. രാവിലെ 10:30-ന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേരുമ്പോൾ ധർണാ സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ശശി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പുതിയ നികുതി ഘടന കേരളത്തിലെ 2 ലക്ഷത്തോളം വരുന്ന ലോട്ടറി തൊഴിലാളികളെ പട്ടിണിക്കിടുന്നതാണെന്ന് സംഘാടകർ പറഞ്ഞു. പുതിയ നികുതി വന്നു കഴിയുമ്പോൾ ഒരു ടിക്കറ്റിന് ₹3.35 അധിക നികുതി കൊടുക്കേണ്ടി വരും. തൊഴിലാളികളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നികുതി നയങ്ങൾക്കെതിരെയാണ് ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. CITU, INTUC, AATUC, KTUCM, KLAA, KLVS, KLTA, KLAWA എന്നീ സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ 28% ഭാഗ്യക്കുറിക്ക് GST. ഇപ്പോൾ 12% അധികമായി വർദ്ധിപ്പിച്ചാണ് 40%-ലേക്ക് എത്തുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിയെ ആഡംബര ഉൽപ്പന്നമായാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന 2 ലക്ഷത്തോളം വരുന്ന നിർധനരായ ആളുകളാണ് സംസ്ഥാന ഭാഗ്യക്കുറി വിൽപ്പനക്കാർ. അതിൽ 30,000-നടുത്ത് വിധവകളായ സ്ത്രീകളും അതുപോലെ 60 വയസ്സിന് മുകളിലുള്ള 84,000 ആളുകളോ വാർദ്ധക്യ എത്തിയ ആളുകളും അതുപോലെ അംഗപരിമിതമുള്ള ആളുകളായി ഏതാണ്ട് 12,800 ആളുകളും തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് ഈ പറയപ്പെടുന്ന ഭാഗ്യക്കുറി മേഖല. പിന്നെ എല്ലാ ജില്ലയിലും സെപ്റ്റംബർ 16 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലയിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ചും തന്നെ നടത്താൻ സംരക്ഷണ സമിതി തീരുമാനിച്ചു. ശേഷം നമ്മൾ ഡൽഹിയിൽ പോയി പാർലമെന്റ് മാർച്ച് അടക്കം നടത്താനാണ് സംരക്ഷണ സമിതി തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 18-ാം തീയതി രാവിലെ 10:30 തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിച്ച തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CITU സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KV ശശിയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ TB സുബൈർ, G ഗിരീഷ് കുമാർ, അനിൽ ആനിക്കട്ട്, ഗോപാലകൃഷ്ണൻ, സനൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ഘോഷയാത്രയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്.
തുടർന്ന് മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസം തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് സമ്പൂർണമായ അവധി ദിനമാക്കി മാറ്റണം എന്നുള്ള ആവശ്യം പാർലമെൻറ്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ 17ാം ലോക്സഭയുടെ ഭാഗമായി ഉന്നയിച്ചത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള വലിയ വിഭാഗം തൊഴിലാളികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ തൊഴിലിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഏത് തൊഴിലായാലും എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. ആ മഹത്വമാണ് നമ്മളെ എല്ലാവരെയും മുൻപോട്ട് നയിക്കുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. അതിൽ വലിപ്പച്ചെറുപ്പമില്ല. എല്ലാ തൊഴിൽ കർത്താക്കളും അല്ലെങ്കിൽ തൊഴിലാളികൾ അവരുടെ ഭാവനയും അവരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വിനിയോഗിച്ചപ്പോഴാണ് ലോകം മനോഹാരിതയുള്ളതായി മാറിയത്. ഭൂമി ഈ ഒരു തരത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. AKVMS സംസ്ഥാന സെക്രട്ടറി PK തമ്പി വിശ്വകർമ്മ ദിന സന്ദേശം നൽകി. AKVMS സംസ്ഥാന പ്രസിഡന്റ് VN ശശിധരൻ, AKVMS സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിക്രമൻ, KVYS സംസ്ഥാന സെക്രട്ടറി ഡെറിൻ ദിവാകരൻ, AKVMS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS വിനയരാജ്, KVMS യൂണിയൻ പ്രസിഡന്റ് ഷീല ഗോപി, യൂണിയൻ സെക്രട്ടറി വത്സ ദിവാകരൻ, കരയോഗം ഇൻസ്പെക്ടർ EK മുരളീധരൻ, AKVMS യൂണിയൻ സെക്രട്ടറി ബിനോജ് PR, യൂണിയൻ ട്രഷറർ സുനിൽ PK, വൈസ് പ്രസിഡന്റ് രാജേഷ് AS, സിന്ധു വിജയൻ, ജോയിന്റ് സെക്രട്ടറി PK രാധാകൃഷ്ണൻ, പ്രോഗ്രാം കൺവീനർ VK രാജേഷ്, ജനറൽ കൺവീനർ ബിജു കുന്നുമേൽ, വോളണ്ടിയർ കൺവീനർ സന്തോഷ് VK, സുജിത് സുകുമാരൻ, പ്രദീപ് PP തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് MPയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണപിള്ള ഈ വർഷത്തെ കലാകായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനവും ഈ വർഷത്തെ കലാകായികമേള തരംഗ 2025ന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണപിള്ള കലാകായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. യോഗത്തിൽ രഘുനാഥ് S അധ്യക്ഷത വഹിച്ചു. PS ജേക്കബ്, ജയൻ A, ജീന അനിൽ, ബിനോയ് B, KP ജയരാജ്, സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുമോൾ PM, ഹെഡ് മിസ്ട്രസ് ശ്രീജ B, ദിലീപ് കുമാർ PP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം AKVMS സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത്. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് VM ബിജു പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ VM ബിജു അധ്യക്ഷത വഹിച്ച യോഗം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജയന്തി എന്നുള്ളത് തെറ്റാണ്. അത് അവർക്ക് പറയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാം. കാരണം എന്താ, അവര് വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങിയത് 1988 കാലഘട്ടങ്ങളിൽ ഈ വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് അറിയോ? മെയ് 1 ലോക തൊഴിലാളി ദിനമാണ് അല്ലെ? മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ആ മെയ് 1 പോലെ ഒരു തൊഴിലാളി ദിനം കേരളത്തിന് വേണം എന്ന് ചിന്തിച്ച കുറെ ദീർഘവീക്ഷണമുള്ള ചില സാമൂഹ്യ പ്രവർത്തകര്, സോഷ്യൽ വർക്കേഴ്സ് ചിന്തിച്ചു, നമുക്ക് ഒരു തൊഴിൽ ദിനം നമുക്ക് കേരളത്തിന് വേണം. അപ്പോ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞെന്താണെന്നറിയോ? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവന്റെ നാമത്തില് തൊഴിലിന്റെ കുലപതി വിശ്വകർമാവാണ്. വിശ്വകർമാവിന് വിശ്വബ്രഹ്മ സൃഷ്ടിയില് വിശ്വകർമാവിനെ സൃഷ്ടിച്ചത് എന്തിനാ? ഈ ലോകത്തെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിശ്വകർമാവിനെ. വിശ്വകർമാവ് ഒരുപാട് ദൗത്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ചൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി. AKVMS സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കൊടിഞ്ഞിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ടം സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച് യൂണിയൻ സെക്രട്ടറി വിനോദ് നേശ്ശേരി, ട്രഷറർ KS അജി, മനോജ് സോമൻ, പ്രശാന്ത് ഞവരക്കാട്,
രാധാകൃഷ്ണൻ കൊന്നത്തടി, അജികുമാർ, സിബു പാലക്കൽ, വിനോദ് കുമാർ KV, അഭിജിത്ത് സാബു, സജി KS എന്നിവർ സംസാരിച്ചു. നിരവധി വിശ്വകർമ്മ സഭാ വിശ്വാസികളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ ആന്റി റാഗിംഗ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KM വിജാസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന കോളേജുകളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും കോളേജ് സംരക്ഷണ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്കും വേണ്ടി ബോധവൽക്കരണ പരിപാടി അല്ലസർ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. അല്ലസർ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റാഗിങ്ങിനെ സംബന്ധിച്ച് റാഗിംഗ് ആക്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആക്ടാണ്. ആ ആക്ടിനെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെയെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളാണ് ഇത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു സ്റ്റുഡൻസിൻ്റെ മാത്രം കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇത് ഓരോ സ്ഥാപനത്തിൻ്റെയും മേലധികാരി അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികളൊക്കെ ഇതിൽ ലിങ്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രോപ്പർ വേയിൽ ഡീൽ ചെയ്തില്ല എങ്കിലും നമ്മളെ അതിൻ്റെ ഒരു എലക്ടറായിട്ട് കണ്ട് ആ കോൺസ്റ്റിറ്റ്യുൻസിയുടെ ഭാഗമായിട്ട് എല്ലാവരും റാഗിങ്ങിൻ്റെ സെക്ഷൻ 4 വഴി പറയുന്ന ശിക്ഷ 2 വർഷം തടവാളയ ശിക്ഷ പറയും. ആ ശിക്ഷയിൽ നമ്മളും സെയിം ഇഫക്റ്റുകൾ ഭാഗമാക്കാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KM വിജാസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാരൻ വിജ്ഞാനപ്രദമായ ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് PK സാബു മുഖ്യപ്രഭാഷണം നടത്തി. എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാൻ M അസീസ്, അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ KA ഖാലിദ് എന്നിവർ ആശംസകൾ നേർന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ VA ബിജു സ്വാഗതവും അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് SS താജുദ്ദീൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളിൽ നിന്നും പണം തട്ടുന്ന സംഘത്തിന്റെ തലവനായ രാജേഷ് IV എന്ന തട്ടിപ്പ് വീരനെയും കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന തൊടുപുഴ പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടും വരെ ഇവർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കണ്ണൂർ സ്വദേശിയായ രാജേഷ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമാനമായ തട്ടിപ്പ് നടത്തിവരുന്ന വ്യക്തിയാണ്. 2023 തൊടുപുഴയിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നടത്തിയ തട്ടിപ്പിലാണ് ഇരകളായവർ ചേർന്ന് 2024 ജൂലൈ 21 തൊടുപുഴയിൽ വെച്ച് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാജേഷിനെയും കൂട്ടാളിയായ കരിങ്കുന്നം സ്വദേശി മനുമോൻ ജോസിനെയും കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കഥകൾ അറിയാൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് ഏകദേശം 100ഓളം പേർ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഒളിവിൽ താമസിച്ചിരുന്ന പ്രതികൾക്കെതിരെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തയ്യാറാവാതിരുന്നത് പ്രതിഷേധാർഹമാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പല പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ പരാതി ഉണ്ടായിരുന്നിട്ടും തൊടുപുഴ പോലീസ് അധികാരികൾ തന്നെ ഈ 2 തട്ടിപ്പുകാരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്തതിൽ അഭിമാനിക്കുന്നുവെന്നും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടും വരെ ഇവർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സംസ്ഥാന വ്യാപകമായി രാജേഷ് IV എന്ന് പറയുന്ന ഒരാളും, അദ്ദേഹം കോട്ടയം ജില്ലയിലെ പാലായിൽ പയപ്പാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അയാളും അയാളുടെ കൂട്ടാളി നമ്മുടെ കരിങ്കുന്നത്ത് ഉള്ള നടുവിലെപ്പറമ്പിൽ മനുമോൻ ജോസ് എന്ന് പറയുന്ന ആളും കൂടെ ചേർന്ന് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഒരു വിദേശ ജോലി വാഗ്ദാന തട്ടിപ്പാണ്. അതിൻ്റെ അവസാന ഘട്ടമാണ് ഇന്നലെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള രാജേഷിനെ, മുഖ്യ സൂത്രധാരകൻ, അദ്ദേഹത്തെ ഇന്നലെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം ഒരു 2023 ഡിസംബർ 19 ഇതിൻ്റെ 2ാം കക്ഷിയായിട്ടുള്ള മനുമോൻ ജോസിനെയും തൊടുപുഴ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു, റിമാൻഡ് ചെയ്തു. അപ്പോൾ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ തട്ടിപ്പ് വളരെ മനോഹരമായിട്ടാണ് അയാൾ നടത്തുന്നത്. വളരെ അദ്ദേഹം ഒരു സുന്ദരനാണ്. അതോടൊപ്പം തന്നെ കയ്യിലും കഴുത്തിലും എല്ലാം ഭയങ്കര സ്വർണ്ണമൊക്കെ അണിഞ്ഞ് വലിയ കാറിലൊക്കെ ഇറങ്ങി
ആളുകളെ വശംബദ്ധരാക്കിക്കൊണ്ടാണ് അയാളെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെയുള്ള ഈ തട്ടിപ്പ് നമ്മുടെ സമൂഹത്തിൽ അവസാനിക്കണം. അതിന് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കം ആളുകളെ ഈ വിവരങ്ങൾ അറിയിക്കുവാൻ പ്രധാന ഘടകമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പി അനിൽകുമാർ, ചെയർമാൻ ഡേവിസ് ജോർജ്, വൈസ് ചെയർമാൻ ലാലി ജോൺ, അമ്പിളി സന്തോഷ്, അനൂപ് MS, ജസ്മോൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആകാശ കാഴ്ചകൾ തേടി ഒരു 70കാരി നടത്തിയ സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ കൊന്നത്തടിയിൽ നിന്നും ദുബായിലെത്തി സ്കൈ ഡൈവിംഗ് നടത്തിയ വീട്ടമ്മയുടെ വിശേഷങ്ങൾ കാണാം. പ്രായത്തെ വെല്ലുവിളിച്ച് ആഗ്രഹങ്ങൾ നേടിയെടുത്ത യാത്രാ വിശേഷങ്ങൾ. റോജൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊന്നത്തടി സ്വദേശി ലീലയാണ് പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ സ്വപ്നം നേടിയെടുത്തത്. ദുബായിൽ ജോലി ചെയ്യുന്ന മകനും കുടുംബത്തിനുമൊപ്പം കുറച്ചു ദിവസം ചിലവഴിക്കാൻ എത്തിയപ്പോഴാണ് സ്കൈ ഡൈവിംഗ് നടത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ലീല പങ്കുവച്ചത്. ആഗ്രഹം ബാലുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ ചോദിച്ചു, ഇതന്നെ അമ്മച്ചി ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല അമ്മച്ചിക്ക് ചാടാൻ വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ചുമ്മാ പറഞ്ഞാണോ അത് വെറുതെ ആണോ എന്ന് പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലടാ എനിക്ക് ചാടണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ആഗ്രഹമുള്ള കാര്യം പറയുള്ളൂ, അല്ലാത്ത കാര്യമൊന്നും അമ്മച്ചി പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞു, അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മച്ചി ചാടിക്കോ, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ റിപ്ലൈ തന്നു, നാളെ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. വേറെ 4 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഉണ്ട് പാസ്പോർട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ ഞാനാ ചാടുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവർ ചോദിച്ചു, അമ്മച്ചി ആണോ പാസ്പോർട്ട് കണ്ടപ്പോൾ അമ്മച്ചിയാണോ ചാടുന്നതെന്നുള്ളൊരു ആകാംക്ഷ അവർക്കും വന്നു, എനിക്കും വന്നു. അങ്ങനെ അവിടെ പിന്നെ എന്നെ ഒത്തിരി ഇൻ്റർവ്യൂ ഒന്നും നടത്തിയില്ല. ബാക്കി പിള്ളേർക്കൊക്കെ ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കുള്ള ഗൈഡും ക്യാമറമാനും വന്ന് നമ്മളെ പരിചയപ്പെട്ട് അവരാണ് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു വണ്ടിക്ക് നമ്മളെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി പിന്നെ ചാടുന്നത് നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് വന്ന് ചാടും. അപ്പോൾ അവിടെ വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ അവിടെ വന്നാണ് പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഒക്കെ അവർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇറങ്ങുമ്പോൾ കാലെല്ലാം ഇങ്ങനെ പിടിക്കണം, കാല് കുത്തരുത് എന്നെല്ലാം പറഞ്ഞാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റ് ഇതിൻ്റെ ഏതാണ്ട് അടുക്കാറാകുമ്പോൾ അവർ നമ്മുടെ കാലിലേക്ക് ഒന്ന് മുട്ടും, ഒരു സിഗ്നൽ പോലെ തരും. അല്ലാതെ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അന്നേരം അവർ നമ്മളുടെ കാലിങ്ങനെ മേലോട്ട് നമ്മളിങ്ങനെ പൊക്കി പിടിച്ചേക്കും. അവർ കാല് കുത്തി അവരിറങ്ങിയിട്ടാണ് നമ്മുടെ കാല് നമുക്ക് കുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുത്തി സന്തോഷമായിട്ട് ഇറങ്ങി പോന്നു. അമ്മയുടെ ആഗ്രഹം സാധിച്ചു നൽകാൻ മകൻ ഒപ്പം ചേർന്നു. അതോടെ നടപടികളെല്ലാം വേഗത്തിലായി. ചെറുവിമാനത്തിൽ കയറി ചെറുപ്പക്കാരായ മറ്റ് യാത്രികർക്കൊപ്പം 70കാരിയും ആകാശത്തു നിന്നും താഴേക്ക് ചാടി. $13,000 അടി ഉയരത്തിൽ നിന്നാണ് ലീല സ്കൈ ഡൈവിംഗ് നടത്തിയത്. ഒപ്പമുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കും സ്കൈ ഡൈവിംഗിനും സഹായം നൽകുന്ന ടീമിനുമെല്ലാം ലീലയുടെ ആഗ്രഹം ആശ്ചര്യപ്പെടുത്തി. എന്നാൽ പുഞ്ചിരിയോടെ ലീല വിമാനത്തിൽ നിന്നും സഹായിയോടൊപ്പം താഴേക്ക് കുതിച്ചു. നഗരത്തിന്റെ ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പാരച്യൂട്ടിന്റെ സഹായത്തോടെ മണ്ണിൽ കാൽ തൊട്ടു. മകനും കുടുംബവും ഏകിയ പിന്തുണ ലീലയ്ക്ക് ഇരട്ടി ധൈര്യമാണ് നൽകിയത്. ഇനി കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടി ഗിന്നസ് ബുക്കോളം ഉയരത്തിൽ ഇടം പിടിക്കാനാണ് ഇവരുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന വണ്ണപ്പുറത്ത് അഗ്നിരക്ഷാ നിലയം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക്
വണ്ണപ്പുറം ടൗണിൽ പെട്രോൾ പമ്പിന് സമീപം കാർ കത്തിയുണ്ടായ അപകടമാണ് അഗ്നിരക്ഷാ നിലയത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിയത്. തീപിടുത്തമുണ്ടായി 45 മിനിറ്റ് കഴിഞ്ഞാണ് തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന വണ്ണപ്പുറത്ത് അഗ്നിരക്ഷാ നിലയം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വണ്ണപ്പുറം ടൗണിൽ പെട്രോൾ പമ്പിന് സമീപം കാർ കത്തിയുണ്ടായ അപകടമാണ് അഗ്നിരക്ഷാ നിലയത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിയത്. തീപിടുത്തമുണ്ടായി 45 മിനിറ്റ് കഴിഞ്ഞാണ് തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയത്. പമ്പിനുള്ളിലേക്ക് കാർ കയറിയ ശേഷമായിരുന്നു തീപിടുത്തമെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായേനെ. അഗ്നിരക്ഷാസേനയ്ക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാർ കത്താൻ ആരംഭിച്ചപ്പോൾ തന്നെ തീ കെടുത്താൻ കഴിയുമായിരുന്നു. ഇത് കഴിയാത്തത് 22 കിലോമീറ്ററുകൾ അകലെ നിന്ന് അഗ്നിരക്ഷാസേന എത്താൻ വൈകിയതിനാലാണ്. വണ്ണപ്പുറത്ത് ജലാശയങ്ങളിൽ വീണ് അപകടവും വാഹനാപകടങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അപകടമുണ്ടാകുന്നതും പ്രകൃതിക്ഷോഭവും ഉൾപ്പെടെ ഉണ്ടാകുന്നത് പതിവാണ്. ഇവിടെ ഏതെങ്കിലും അത്യാഹിതമുണ്ടായാൽ തൊടുപുഴയിൽ നിന്ന് വേണം സേന എത്താൻ. ഇത് കാലതാമസത്തിനും ജീവനരക്ഷാ പ്രവർത്തനം വൈകുവാനും ഇടയാക്കുന്നുണ്ട്. ഇവിടെ അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കാൻ സർക്കാർ മുമ്പ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ചില രാഷ്ട്രീയ വടംവലി മൂലം പിന്നീട് ഇത് രാജാക്കാട്ടേക്ക് മാറ്റി. മലയോര പ്രദേശമായ വണ്ണപ്പുറത്ത് കാലവർഷക്കെടുതികളും പ്രകൃതി ദുരിതവും ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. വിനോദസഞ്ചാരികൾ എത്തുന്ന തൊമ്മൻകുത്ത്, മീനുളിയാൻപാറ, കാറ്റാടിക്കടവ്, നാക്കയം, കോട്ടപ്പാറ, ആനചാടിക്കുത്ത് എന്നിവിടങ്ങളിൽ അപകട സാധ്യത ഏറെയാണ്. ഇവിടെ അപകടമുണ്ടാകുമ്പോൾ തൊടുപുഴയിൽ നിന്ന് വേണം ഫയർഫോഴ്സ് എത്താൻ. യഥാസമയം ഫയർഫോഴ്സ് എത്താത്തത് കാരണം ജീവൻ നഷ്ടപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും വണ്ണപ്പുറത്ത് അഗ്നിരക്ഷാ നിലയം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ഈ വണ്ണപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിന്റെ മുന്നിൽ വെച്ച് ഒരു വാഹനം കത്തി അമർന്നത് വണ്ണപ്പുറം പ്രദേശവാസികളെ സംബന്ധിച്ച് ആകെപ്പാടെ അവരെ ഒരു ആകുലതയിലും ഒരു ഭീതിയിലും ആഴ്ത്തിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വണ്ണപ്പുറം പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വണ്ണപ്പുറത്ത് ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത്. വണ്ണപ്പുറത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്ന് 30 കിലോമീറ്ററും ദൂരം ഓടി ഒരു ഫയർ എഞ്ചിൻ ഇവിടെ എത്തുകയും ഇപ്പോഴേക്കും ഈ അപകടത്തിൻ്റെ വ്യാപ്തി 10 മടങ്ങ് വർദ്ധിക്കും. നമ്മൾ കൺമണി വഴിക്ക് റൂട്ടിലേക്ക് കയറി പോകുമ്പോൾ കമ്പകാനം പോലെ അതിഭയങ്കരമായ ഒരു കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു വർഷത്തിലൊരു 3-4 വാഹനമെങ്കിലും ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ടോ ചൂടുപിടിച്ചോ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിഷയത്തിന് എത്രയും പെട്ടെന്ന് വണ്ണപ്പുറം പോലെ വികസനത്തിന്റെ പാതയിൽ നിൽക്കുന്ന പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഫയർ സ്റ്റേഷൻ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഭാരതീയ മസ്ദൂർ സംഘം തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന പേരിൽ പദയാത്ര നടത്തി. BMS മുനിസിപ്പൽ സെക്രട്ടറി B. അജിത് കുമാർ നയിച്ച പദയാത്രയുടെ ഉദ്ഘാടനം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യിൽ നിർവഹിച്ചു. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം B. വിജയൻ ഉദ്ഘാടനം ചെയ്തു. NGO സംസ്ഥാന സെക്രട്ടറി ഹരികുമാർ MS, ജാഥ മാനേജരും BMS മുനിസിപ്പൽ പ്രസിഡന്റുമായ വിശാൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളി സുഹൃത്തുക്കളോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം മാറി മാറി കേരളം ഭരിച്ച ഗവൺമെന്റുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഇല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ദോഷകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികളോ അതേപോലെ മറ്റു തൊഴിലാളി സംഘടനകളോ ഇല്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കറിയാം കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ കേരളത്തിലെ പൊതുസമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘടന എന്നുള്ളത് ഭാരതീയ മസ്ദൂർ സംഘമാണ്. അതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് സംസ്ഥാനത്തെ ജനങ്ങൾ, തൊഴിലാളികൾ, സമസ്ത മേഖലയിലെയും ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, വെറും പിണറായി സർക്കാർ എന്ന് പറയുവാൻ പാടില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യണം എന്നാണ് തീട്ടൂരമിറക്കിയിരിക്കുന്നത് തമ്പ്രാൻ. ഈ തമ്പ്രാന്റെ ഗതികേട് ഓർത്ത് നോക്കുക. ജനങ്ങളുടെ കൈയടത്തുന്നത് എന്നെ ബഹുമാനിച്ചോണം എന്ന് തീട്ടൂരമിറക്കേണ്ട ഗതികേട് ഒരു നാട്ടിലെ ഭരണാധികാരിക്ക് വന്നു എങ്കിൽ ആ ഭരണാധികാരിയെ ആ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. വേറെ തെളിവ് അന്വേഷിക്കേണ്ട കാര്യമില്ല. അധികം സഞ്ചാരികൾ എത്തിച്ചേരാത്ത പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞ ഒരിടം.
കോടമഞ്ഞ് അരിച്ചിറങ്ങുന്ന പച്ചപുതച്ച മലനിരകളിലൂടെ കണ്ണോടിച്ചാൽ മനസ്സിന് കുളിരേകുന്ന കാഴ്ചകൾ കാണാം. ഇടുക്കി പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റ് അത്തരമൊരു മറഞ്ഞിരിക്കുന്ന സൗന്ദര്യമാണ്. പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ യാത്രികർക്ക് പുതിയൊരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാണാം വിശേഷങ്ങൾ. മൈക്രോവേവ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മലയിടുക്കുകളിലേക്ക് മറയുന്ന സൂര്യന്റെ അസ്തമയ കാഴ്ചയാണ് ഈ വ്യൂ പോയിന്റിനെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വർണ്ണങ്ങൾ വാരി വിതറിയ മേഘങ്ങൾക്കിടയിലൂടെ പതിയെ താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സൂര്യൻ, പഞ്ഞിക്കെട്ടുകൾ പോലെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ, സൂര്യരശ്മികൾ ഈ മേഘങ്ങളിൽ തട്ടുമ്പോൾ സ്വർണ്ണവർണ്ണം പൂശി ആ കാഴ്ചയെ വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാക്കി മാറ്റി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടം. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. വിനോദസഞ്ചാരികൾ മാത്രമല്ല, സേവ് ദ ഡേറ്റ് പോലുള്ള ഫോട്ടോഷൂട്ടിനായും പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾക്കായും ഈ സ്ഥലം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇടുക്കി ഡാമിന്റെ വിശാലമായ ജലാശയം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഉൾപ്പെടെയുള്ള ചൊക്രമുടി, പാൽക്കുളം മേട്, തോപ്രാംകുടി, ഉദയഗിരി മലനിരകളുടെ വർണ്ണനാതീതമായ കാഴ്ച, മലമുകളിൽ നിന്നുള്ള കാഴ്ചകളാൽ പ്രശസ്തമായ കാൽവരി മൗണ്ട് മലനിരകൾ തുടങ്ങിയവ ഈ സ്ഥലത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഗ്യാപ് റോഡ്, പള്ളിവാസൽ, വെള്ളത്തൂവൽ സർച്ച്, പൂപ്പാറ, കള്ളിപ്പാറ തുടങ്ങിയ പ്രശസ്തമായ മിക്കയിടങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന നിരക്ക്. സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വേലിയും നിർമ്മിച്ചിട്ടുണ്ട്. തൊടുപുഴ ചെറുതോണി സംസ്ഥാന പാതയിൽ കുയിലിമല സിവിൽ സ്റ്റേഷനും പൈനാവിനുമിടയിലുള്ള ജില്ലാ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് EMRS സ്കൂളിന്റെയും കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും ഇടയിലുള്ള ഓഫ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈ മനോഹരമായ സ്ഥലത്ത് എത്താം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരൽപ്പം സാഹസികത കൂടി അനുഭവിക്കാൻ ഈ വഴിയിലൂടെയുള്ള യാത്ര സഹായിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡോക്ടർ വി ശ്രീകുമാറിന്റെ ഫാം ജേർണലിസം ഇന്ന്, ഇന്നലെ, നാളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന ചീഫ് ഡൗൺ പ്ലാനറായിരുന്ന പ്രശാന്ത് ഹേലിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ പൂർണിമ ഹേലിയും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ കൃഷി ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റവും പ്രമുഖമായി ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും യുദ്ധം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ പഹൽഗാമിന് ശേഷമുള്ള ആ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഏതാണ്ട് 24/7 എന്ന ചാനലിന്റെ പേരല്ല, 24/7 നമ്മൾ അവതരിപ്പിക്കുന്നതിൽ എത്തുകയാണ്. അവിടെയെല്ലാം എത്തിക്കുന്നത് നമ്മൾ അടിച്ച് കയറുന്നു എന്ന്. ഇലക്ഷൻ സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾക്കടക്കം തത്സമയ സംപ്രേഷണം എന്ന് പറഞ്ഞതുപോലെ വരുന്ന രീതിയിലേക്ക് സ്കോറിൽ കയറിക്കൊണ്ടിരിക്കുന്നു. പി പ്രസാദ് 500 വോട്ടിന് മുമ്പിലാണ്, മറ്റേ എതിരാളി ഇപ്പം അല്ലെങ്കിൽ പി പ്രസാദ് 500 വോട്ടിന് പുറകോട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞതുപോലെ സൃഷ്ടിക്കുന്നത് പോലെ യുദ്ധവും ഈ തരത്തിലേക്ക് നമ്മുടെ ഉദ്യോഗം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ സ്വീകരണ മുറിയിലിടുന്ന യുദ്ധത്തെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇത് എത്ര വലിയ ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കുക. ഭക്ഷണം കിട്ടാതെ വലയുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന് വരികയും ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് അമേരിക്ക തോറ്റു എന്ന് ചോദിച്ചപ്പോൾ അമേരിക്ക തോറ്റത് അമേരിക്കന്റെ പത്രങ്ങളുടെ 1ാമത്തെ പേജിലാണ് തോറ്റതെന്ന് പറഞ്ഞു. കാരണം അമേരിക്കയിൽ യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള വലിയ എഴുത്തുകളുടെ മാധ്യമങ്ങൾ വലിയ പങ്കുവച്ചു. അമേരിക്ക തോറ്റത് വിയറ്റ്നാമിലെ യുദ്ധഭൂമിയിലല്ല, അമേരിക്കയിലെ പത്രമാധ്യമങ്ങളുടെ ഫസ്റ്റ് പേജിൽ 1ാം പേജിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് 101 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് സെപ്റ്റംബർ 18-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അൽ-നസർ കോളേജിൽ ആന്റി റാഗിംഗ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു.
ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.